യാ. മഹാപരിശുദ്ധനായ കർത്താധികർത്താവിന്, ദൈവാധിദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. രാജാധിരാജാവും കർത്താധികർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. അല്പം വൈകിയതിൽ ക്ഷമിച്ചാലും അല്പസമയമേ നമുക്ക് ഇനി ശേഷിക്കുന്നുള്ളൂ. എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യമാണ് ഇന്നും നമ്മുടെ ചിന്താവിഷയം. നമുക്ക് ഒന്നും കൂടെ ആ വാക്യം വായിക്കാമല്ലോ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ ആയുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. നാം ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം ഭാഗം നമ്മെക്കുറിച്ചും 2-ാം ഭാഗം ക്രിസ്തുവിനെക്കുറിച്ചും. അതിൽ 1-ാം ഭാഗത്ത് വിശുദ്ധ സഹോദരന്മാരും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുമായുള്ളവരോട് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണ് ക്രിസ്തുവിനെ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ. യേശു ആരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം സ്വീകരിച്ചു പറയുന്ന, ഏറ്റുപറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമാണ്. മഹാപുരോഹിതൻ അഹരോന്യ കുടുംബത്തിൽ പിറന്നവരും ലേവ്യ ഗോത്രത്തിലുള്ളവരും ആണെന്ന് നമ്മൾ പഠിച്ചു. ലേവ്യരെ എങ്ങനെയാണ് ആ ശുശ്രൂഷയ്ക്ക് എടുത്തതെന്ന് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദാസൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയല്ലോ. സ്തോത്രം. നമുക്കറിയാം, ലേവി പൊതുവെ അല്പം തീക്ഷ്ണതയുള്ളയാളാണ്. അതുകൊണ്ട് അപ്പൻ്റെ ശാപം ഏറ്റുവാങ്ങിയ മകനും കൂടെയാണ്. നമുക്കതറിയാം. യാക്കോബിൻ്റെ ഏക മകളായ മകളെ അശുദ്ധയാക്കി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച ശെഖേം വാസികളോട് ചെയ്ത കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം സഹോദരിയോട് ഇങ്ങനെയോ ചെയ്യേണ്ടത് എന്ന് ദീനയ്ക്ക് വേണ്ടി തീക്ഷ്ണതപ്പെട്ട 2 സഹോദരന്മാരിൽ ഒരാളാണ് ലേവി. സ്തോത്രം. അതുകൊണ്ട് അപ്പനെ അപമാനിച്ചു, അപ്പൻ്റെ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള നിലയിൽ യാക്കോബ് ഈ മക്കളെ ശപിച്ചതാ. പക്ഷേ നമുക്കറിയാം, അതിനെക്കുറിച്ച് നമുക്ക് രേഖകളൊന്നുമില്ല. ദീനയ്ക്ക് പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച്. അവരെ ദീനയും കൊണ്ടായിരിക്കണം പോയത്. ദീന അവരുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് പെങ്ങളെ കൂട്ടിക്കൊണ്ടു പോരുന്നിരിക്കാനാണ് സാധ്യത. ബാക്കി നമുക്ക് ദീനയുടെ ചരിത്രം അറിയില്ല. അത് നമ്മോട് പറയാത്തത് നമ്മുടെ രക്ഷാപദ്ധതിയിൽ ദീന ഉൾപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പലരെയും, നമുക്കറിയാൻ താല്പര്യമുള്ള പലരെയും വേദപുസ്തകം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട്
പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വഴിയിൽ, ആ ഒരു വംശാവലിയിലൊക്കെ ഉൾപ്പെടുന്നവരെയാണ് കൂടുതലായും ബൈബിൾ പരാമർശിച്ചു വരുന്നത്. അതുകൊണ്ടാകാം ദീനയെപ്പറ്റി മറ്റൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ആ സംഭവം ലേവിയുമായിട്ട് വളരെ ബന്ധമുള്ളത് കൊണ്ടും മറ്റും നമുക്ക് തിരുവെഴുത്തിൽ ആ ചരിത്ര സംഭവമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണാം എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ സംഭവ നിമിത്തം ലേവിയെ ശപിച്ചതാണ്. എങ്കിലും ആ ശാപത്തേക്കാൾ വലുതായിരുന്നു ദൈവം തൻ്റെ മേൽ കാണിച്ച അനുഗ്രഹവും ദയാകടാക്ഷവും. അത് ലേവിയുടെ തീഷ്ണതയില. ഇവിടെയും പുറപ്പാട് 32-ാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ നമ്മോട് പറഞ്ഞ സംഭവമാണല്ലോ. ഇസ്രായേൽ വിഗ്രഹപൂജ നടത്തിയപ്പോൾ പേര് യഹോവയെന്നാണെങ്കിലും രൂപം കാളയുടേതാ. ഉണ്ടാക്കിയത് അവരുടെ കാതയിലും കഴുത്തേലും ഒക്കെ ഉണ്ടായിരുന്ന സ്വർണം കൊണ്ട, പൊന്നുകൊണ്ട. മനുഷ്യരുണ്ടാക്കിയ സ്വർണ കാളയുടെ ബിംബം, അതിനെയാണ് യഹോവ എന്ന പേരിട്ട് അവരവിടെ ആരാധിച്ചത്, ആർപ്പിട്ടത്. അവരെ കഴുകിൻ്റെ ചിറകിന്മേൽ എന്നതുപോലെ തൻ്റെ അടുക്കലേക്ക് വരുത്തിയ യഹോവയെ തള്ളിക്കളഞ്ഞിട്ട് അവർക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു ജീവനില്ലാത്ത മൃഗരൂപത്തെ ഇന്നവർ യഹോവ എന്ന പേരിട്ട് വിളിക്കുന്നതാണ് മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ കണ്ടത്. മോശ കൽപ്പലകകൾ എറിഞ്ഞുടച്ചതും പിന്നെ നടത്തിയ പ്രഖ്യാപനവും. ആ പ്രഖ്യാപനത്തിലാണ് ലേവി അതുവരെ അഹരോനോട് ചേർന്ന് നിന്ന് ഈ കാളക്കുട്ടിക്ക് ആരാധന അർപ്പിക്കുകയായിരുന്ന ലേവി ഇവിടെ മോശ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ഒരുപക്ഷെ തോളിലിരുന്ന കാളക്കുട്ടിയെ ഇറക്കി വയ്ക്കാതെ അവിടെ തന്നെ ഇട്ട് കളഞ്ഞിട്ട് മോശയുടെ അടുക്കലേക്ക് ഓടി വന്ന് കാണാൻ സാധ്യത. അപ്പോഴാണ് നമ്മൾ മുമ്പ് കേട്ട കൽപ്പന മോശ നൽകുന്നത്. അവർ ആ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് പാളയത്തിലേക്ക് കടന്നു. യഹോവയ്ക്ക് വേണ്ടി തീഷ്ണതയോടെ അവർ വാളെടുത്തു. ആ തീഷ്ണത ദൈവം അവർക്ക് നീതിയായി കണക്കിട്ട് കർത്താവിൻ്റെ കൂടാരത്തിലെ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ തുടക്കമെന്ന് നമ്മളിപ്പോൾ കേട്ടുവല്ലോ. സ്തോത്രം. നമുക്കും കർത്താവിനായിട്ട് തീഷ്ണതയോടെ നിൽപ്പാൻ ഇടവരുത്തട്ടെ. സ്തോത്രം. ഉദാസീനതയോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് തിരുവെഴുത്ത്. നാമും പൗലോസ് പല ആവർത്തി പറയുന്നും പ്രാർത്ഥിക്കുന്നുമുണ്ട്, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കേണ്ടവരാണെന്ന്. സ്തോത്രം. പ്രൈസ് ഗാഡ്. വി ഷുഡ് ബി zealous for the Lord. We should be very enthusiastic for the Lord. We should be burning for the Lord. കർത്താവിന് വേണ്ടി എരിയുന്ന, കത്തുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അങ്ങനെ ലേവ്യരും അഹരോന്യ കുടുംബവും ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി, ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക്, പണി എന്നതുകൊണ്ട് ശുശ്രൂഷകൾ എന്നാണ് ഉദ്ദേശിച്ചത്, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവരെ മാറ്റി നിർത്തുന്നത് കാണാം. സ്തോത്രം. എന്നാൽ നാം ഇവിടെ കാണുന്ന മഹാപുരോഹിതനായ യേശു ലേവിയ പൗരോഹിത്യത്തെക്കാളും അഹരോന്യ മഹാപൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠതയേറിയവനാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിലെ ശ്രേഷ്ഠത
യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത നമ്മൾ കണ്ടു. അവിടെ നമുക്ക് 2 ശ്രേഷ്ഠതകളാണ് കാണാനുള്ളത്. We need to consider 2 peculiarities, 2 superiorities, supremacies, uniquenesses. 2 ശ്രേഷ്ഠതകൾ, 2 പ്രത്യേകതകൾ, 2 വിശേഷതകൾ നമുക്ക് കാണാനുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഒന്ന്, ജീസസ് ആസ് എ പേഴ്സൺ, ഹൗ യുണീക്ക് ഹി ഈസ്. ഒരു വ്യക്തി എന്ന നിലയിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത, മഹാപുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠത. ആസ് എ ഹൈ പ്രീസ്റ്റ്, the supremacy of the person of Jesus Christ. 2, the supremacy of Jesus' high priesthood or his high priestly ministry. രണ്ടാമത്തെ ശ്രേഷ്ഠത യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയാണ്. മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശുവിൻ്റെ ആളത്വം, വ്യക്തിത്വം. 2, ആ ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ദൗത്യം അഥവാ ശുശ്രൂഷ. ഇങ്ങനെ ഈ 2 വിശേഷതകൾ നമുക്ക് കാണുവാനുണ്ട്. എബ്രായ ലേഖനത്തിൽ പൊതുവേ അതാണ് ലേഖകൻ നമ്മോട് പറയുന്നത്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠതയും യേശുവിൻ്റെ പ്രവൃത്തി അഥവാ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടതാണ്. സ്തോത്രം. ദ സുപ്പീരിയോറിറ്റി ഓർ ദ യുണീക്നെസ് ഓഫ് ജീസസ് ആസ് എ പേഴ്സൺ ആൻഡ് ഹിസ് വർക്ക്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വർക്ക്, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ കർത്താവ് നടത്തിയ 3.5 കൊല്ലത്തെ ശുശ്രൂഷകളല്ല ഉദ്ദേശിക്കുന്നത്. പകരം നമ്മുടെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ്. റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശുശ്രൂഷ എന്നതുകൊണ്ട് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകളാണ്, പ്രവർത്തികളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ഐഹിക ശുശ്രൂഷ അല്ല. സ്തോത്രം. ഐഹിക ശുശ്രൂഷയല്ല. അത് പ്രാധാന്യമുള്ളതല്ലായിരുന്നുവോ എന്ന് ചോദിച്ചാൽ രക്ഷയ്ക്ക് പ്രാധാന്യമുള്ളതായിരുന്നില്ല. പക്ഷേ യഹൂദന്മാർക്ക് അഥവാ ഇസ്രായേല്യർക്ക് യേശു തന്നെ മശിഹ എന്ന് വെളിപ്പെടുത്തുവാൻ ആ ശുശ്രൂഷകൾ അനിവാര്യമായിരുന്നതാനും. സ്തോത്രം. അതിനുവേണ്ടിയാണ് യേശു ആ 3 വർഷത്തിൽ പരം യഹൂദന്മാർക്കിടയിൽ ശുശ്രൂഷിച്ചത്. തൻ്റെ പ്രവർത്തികളാൽ താൻ ആരാണെന്ന് അവർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു. അവരുടെ തിരുവെഴുത്തുകളിൽ, നമ്മുടെ പഴയ നിയമമാണല്ലോ അവരുടെ തിരുവെഴുത്ത്, അവരുടെ തിരുവെഴുത്തുകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന, മുന്നറിയിക്കപ്പെട്ടിരിക്കുന്ന മശിഹയാണ് യേശു എന്ന് തെളിയിപ്പാൻ യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷയിലെ പ്രവൃത്തികൾ അഥവാ ശുശ്രൂഷകൾ അനിവാര്യമായിരുന്നു. സ്തോത്രം. എന്നാൽ അത് നമ്മുടെ രക്ഷയ്ക്ക് അനിവാര്യമായ പ്രവൃത്തികൾ ആയിരുന്നില്ല. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കാര്യം മനസ്സിലായല്ലോ? സ്തോത്രം. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയതോ, ഭൂതങ്ങളെ പുറത്താക്കിയതോ, ആയിരങ്ങളെ പോഷിപ്പിച്ചതോ, കടലിനെ ശാന്തമാക്കിയതോ, മരിച്ചവരെ ഉയർപ്പിച്ചതോ ഒന്നും നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് ഞാനീ പറഞ്ഞത്. സ്തോത്രം. എന്നാൽ അതെല്ലാം എന്തിനാവശ്യമായിരുന്നു? മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞേക്കൂ. അങ്ങ് പോയേക്കാം. ടു പ്രൂവ് ഹിസ് മെസ്സിയാഷിപ്പ്. യേശുക്രിസ്തുവിന്റെ മശിഹാത്വത്തിന്റെ തെളിവിന് ആവശ്യമായിരുന്നു.
ആ തെളിവുകളെല്ലാം വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അടയാളങ്ങളായിരുന്നു. അടയാളങ്ങൾ. എന്തിനുള്ള അടയാളങ്ങൾ? യേശു ക്രിസ്തുവാണെന്ന്, യേശു ദൈവപുത്രനാണെന്ന്, രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ യേശു ദൈവപുത്രനാണെന്ന് നമ്മൾ അറിയുന്നതാണെങ്കിലും ഒന്ന് വായിച്ചേക്കൂ. യോഹന്നാൻ 20:30-31. യോഹന്നാൻ 20, ജോൺ 20, 30 and 31. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. കണ്ടോ, യോഹന്നാൻ വിശേഷാൽ മനഃപൂർവം ഉപയോഗിക്കുന്ന പദമാണ് അടയാളങ്ങൾ. കാനാവിലെ കല്യാണ വിഷയത്തിലും 2-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്, അടയാളങ്ങളുടെ ആരംഭമായി യേശു അത് ചെയ്തു. അടയാളങ്ങൾ. യേശു കർത്താവ് ചെയ്ത സകല അത്ഭുതങ്ങളും എന്തായിരുന്നു? അടയാളങ്ങളായിരുന്നു. എന്തിനുള്ള അടയാളം? 31-ാം വാക്യത്തിൽ പറഞ്ഞ് നമ്മളിപ്പം കേട്ടു. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നതിന് അടയാളം. സ്തോത്രം. അതിൽ ആശയക്കുഴപ്പാർക്കില്ലായിരിക്കുമല്ലോ. യേശുവിൻ്റെ പരസ്യശുശ്രൂഷാകാലത്തെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും തന്നെ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞത് എന്താണെന്നും പിന്നെ അവയെല്ലാം എന്തായിരുന്നു എന്ന് പറഞ്ഞതും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ ദയവായി ചോദിക്കണേ. മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ ചെയ്യാം. ആശയക്കുഴപ്പമായിട്ട് ആരും പിരിയരുത്. ദുരുപദേശമാണെന്നാർക്കും തോന്നരുത്. കാര്യം മനസ്സിലായില്ലെങ്കിൽ ആകപ്പാടെ മനസ്സിനെ അത് അലട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ളത് യേശു ക്രൂശിൽ നിവർത്തിച്ചതും ഇപ്പോൾ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ പ്രായശ്ചിത്തത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്തോത്രം. നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയാണ്. The work of Christ on the cross, and that is called the redemptive work of Christ on the cross. ക്രൂശിലെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നത്. സ്തോത്രം. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും പ്രായശ്ചിത്തമായി തീരുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ യേശു ഭൂമിയിൽ വന്നതുകൊണ്ടും അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ടുമൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകുമായിരുന്നില്ല. അതാണ് നമ്മൾ 2-ാം അധ്യായം 14-15 വാക്യങ്ങളിലും പഠിച്ചത്. സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം. അപ്പം മരണാധികാരിയായ പിശാചിനെ നീക്കിയതും മരണഭീതിയിൽ നിന്ന് നമ്മെ വിടുവിച്ചതും തൻ്റെ മരണത്താലാണ്. അതാണ്, ക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുമില്ലായിരുന്നെങ്കിൽ കർത്താവ് വെറുതെ ഭൂമിയിൽ വന്ന് 33.5 വർഷം പാഴാക്കിയതായിരുന്നേനെ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ
ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. വ്യർത്ഥം. ഇന്നും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. പാപങ്ങളിലിരിക്കുന്നു. അതാണ് യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. അതാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പരാമർശമാണ്, പ്രധാനപ്പെട്ട അവതരണമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ ആളത്വം, ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി, ദ മിനിസ്ട്രി ഓർ ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മഹാപുരോഹിത്യത്തോടുള്ള ബന്ധത്തിലും എടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠതയും, അതായത് മഹാപുരോഹിതൻ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ ശ്രേഷ്ഠതയും. രണ്ട്, യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും. സ്തോത്രം. അങ്ങനെ ഈ രണ്ട് ശ്രേഷ്ഠതകളുമുണ്ട്. രണ്ടും ഒരേ വിഷയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ വേറെ വേറെയായിട്ട് കാണണ്ട. ഒരേ വിഷയത്തിൻ്റെ രണ്ട് വശങ്ങൾ. ആ ശ്രേഷ്ഠതയെ എടുത്തു കാണിക്കുന്ന ഒരു പ്രയോഗമാണ് എബ്രായ ലേഖനത്തിനകത്ത് യേശുവിൻ്റെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് 5-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും നാം കാണുന്നത്. ഇന്ന് പറയാമെന്നും പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചത്. ഇന്നും സമയം തീരാൻ പോകുന്നത് കൊണ്ട് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ പറഞ്ഞ് നമുക്ക് നിർത്താം. അതാണ് നമ്മൾ ഇന്നലെയും വായിച്ചിരുന്നു. എന്താണ് യേശുവിൻ്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ആളത്വത്തിൻ്റെയും ശുശ്രൂഷയുടെയും ശ്രേഷ്ഠത? സ്തോത്രം. ഇന്നലെ നമ്മൾ പറഞ്ഞതാണല്ലോ, വായിച്ചതുമാണ് 5-ാമത്തെ അധ്യായത്തിൽ നിന്ന്. യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം. ഉൽപ്പത്തി പുസ്തകത്തിൽ, രണ്ടാമത് സങ്കീർത്തനങ്ങളിൽ, മൂന്നാമത് ഇവിടെ എബ്രായ ലേഖനത്തിൽ. ഈ 3 പുസ്തകങ്ങളിലാണ് നമുക്ക് മൽക്കീസേദേക്കിനെ കാണാൻ സാധിക്കുക. എന്താണ് മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം യേശുക്രിസ്തു ഒരു പുരോഹിതനാണെന്ന് പറയുന്നതും അത് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നത്? ഇന്നത്തെ സമയപരിധിയിൽ നിന്ന് പറഞ്ഞുവിടാം. or a royal priest. രാജാവും പുരോഹിതനുമായിരുന്ന ഏക വ്യക്തി മൽക്കീസേദേക്ക. രാജാവും പുരോഹിത സംഘടിച്ച, സമ്മേളിച്ച മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. യേശു രാജാവുമാണ്, പുരോഹിതനുമാണ്. സ്തോത്രം. അഹരോനോ അഹരോന്റെ വർഗത്തിൽപ്പെട്ട, കുലത്തിൽ, കുടുംബത്തിൽപ്പെട്ട ആരുമോ ഈ അഹരോന്യ കുടുംബത്തിനും
ലേവ്യ ഗോത്രത്തിനും പുറത്തുള്ള മൽക്കീസേദേക്ക് ഒരേ സമയം തന്നെ ഇത് രണ്ടുമായിരുന്നു. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ മൽക്കീസേദേക്ക് ശാലേമിലെ രാജാവായിരുന്നു. ശാലേം രാജാവായ മൽക്കീസേദേക്ക് അവൻ ആരും കൂടെയായിരുന്നു? മോഹിതനുമായി. അതുപോലെ യേശുവും അഹരോന്യ കുടുംബത്തിൽ പിറന്നയാളോ ലേവ്യ ഗോത്രത്തിൽ പിറന്നയാളോ അല്ല. മൽക്കീസേദേക്കിനെ പോലെ തന്നെ താനും ഈ രണ്ട് പൗരോഹിത്യം നൽകപ്പെട്ട കുടുംബത്തിനും ഗോത്രത്തിനും പുറത്തുള്ളയാള്. നാലാമത്തെ കാര്യം, മൽക്കീസേദേക്ക് തൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നാം വായിക്കുന്നുണ്ട്. എന്താ മൽക്കീസേദേക്ക്? വിശദീകരണം നമുക്ക് കർത്താവിൻ്റെ ഓരോ താമസിച്ച നാളെയാകാം. ഇന്ന് പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഉദ്വേഗത്തിൽ നാം ഇരുന്നത് കൊണ്ടും ഒന്ന് തൊട്ടുവിടുന്നു എന്നേ ഉള്ളൂ. സ്തോത്രം. എന്താ മൽക്കീസേദേക്ക് അർത്ഥം? മൽക്കീസേദേക്ക് എന്ന പേരിനേക്കാൾ തൻ്റെ പദവിയെക്കുറിച്ചാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അർത്ഥം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവന്റെ പേരിനാദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. സ്തോത്രം. നീതിയുടെ രാജാവും സമാധാനത്തിന്റെ രാജാവും. എത്ര കൃത്യമായി നമ്മുടെ കർത്താവായ യേശുവിൽ അത് യോജിക്കുന്നു. സ്തോത്രം. പണ്ടത്തെ അല്ലെങ്കിൽ യെരുശലേമിന്റെ പണ്ടത്തെ അവസ്ഥയാണത്. യെരുശലേമിന്റെ പണ്ടത്തെ പേര് ശാലേം. നമ്മളത് വെച്ചുകൊണ്ടാണ് ശലോം എന്ന് പറയുന്നത്. സമാധാനം, പീസ് ബി അൺടു യു. ഇപ്പൊ മൽക്കീസേദേക്ക് ശാലേമിലെ രാജാവായിരുന്നു. ശാലേം രാജാവ്, ആ പേരിന് രണ്ടർത്ഥങ്ങൾ, നീതിയുടെ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നും. നമ്മുടെ കർത്താവായ യേശുവും, സ്തോത്രം, ആദ്യം നമ്മൾ കണ്ടു രാജാവും പുരോഹിതനുമാണ്. രണ്ടാമത് ഇപ്പോൾ നമ്മൾ നോക്കുന്നു അർത്ഥം, നീതിയുടെ രാജാവെന്നും സമാധാനത്തിന്റെ രാജാവെന്നും. നമ്മുടെ കർത്താവായ യേശുവിൽ അതെത്ര ആപ്റ്റായിട്ട് ഫിറ്റാകുന്നു അല്ലേ. സ്തോത്രം. എത്ര കൃത്യമായിട്ട് അത് യേശുക്രിസ്തുവിൽ സത്യമാണ്. സ്തോത്രം. നീതി രാജാവ്, സമാധാനദായകൻ, സമാധാനത്തിന്റെ രാജാവ്. സ്തോത്രം. സമാധാനത്തിന്റെ രാജാവ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കിന്ന് അത് നിർത്താം. നാം 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, എബ്രായർ 7-ാമത്തെ അധ്യായത്തിൽ, അവന് മാതാവോ പിതാവോ വംശാവലി ഇല്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. അവിടെ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ? മാതാവോ പിതാവോ വംശാവലിയോ ഇല്ല എന്ന് വെച്ചാൽ, ഈ ശാലേം രാജാവായ മൽക്കീസേദേക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്തയാളെന്നല്ല.
നമ്മുടെ ഇടയിലെ ദൈവദാസന്മാരുടെ ഒരു ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പണ്ട്, ഇപ്പോഴങ്ങനൊന്നും പറഞ്ഞാൽ ചിലപ്പം വിഷയാവും. അല്ല, അത് പണ്ട് കെ എബ്ര സാറാ പറഞ്ഞത്. ഓക്കെ. എബ്രാ സാറാ പറഞ്ഞേ. കൺവെൻഷനോ സഭായത്തിനോ കണ്ട് പിള്ളേരിങ്ങനെ അലഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ പറഞ്ഞു, മൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം കുറെ പിള്ളേർ നടക്കുന്നു പിടിച്ചിരുത്താൻ. അപ്പം അപ്പനും അമ്മയും ഒന്നും ഇല്ലാത്ത എന്ന അർത്ഥത്തിലല്ല മൽക്കീസേദെക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പകരം അതിൻ്റെ അർത്ഥം ഇസ്രായേലിലെ പൗരോഹിത്യത്തിന് വംശാവലി വളരെ പ്രധാനമാണ്. നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. വംശാവലി വളരെ പ്രധാനമാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ലേവി, അഹരോൻ. ഈ വംശാവലി തെളിയിക്കപ്പെടാതെ ആർക്കും പുരോഹിതരാകാൻ കഴിയില്ല. എസ്രായുടെയും നെഹമ്യാവിൻ്റെയും പുസ്തകം വായിച്ചാൽ ഇതിനെപ്പറ്റി നമുക്ക് കാണാൻ പറ്റും. ചിലരെ പുരോഹിത വൃത്തിയിൽ നിന്നും മാറ്റി നിർത്തി വംശാവലി കിട്ടാഞ്ഞതുകൊണ്ട്. നമ്മളുമൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വംശാവലി തെളിയിക്കാൻ ഒക്കാത്തത് കൊണ്ടാണ്. ഇന്നാണെങ്കിൽ വെറും വംശാവലി രേഖ മാത്രം പോരാ, DNA ടെസ്റ്റും കൂടെ നടത്തുമായിരിക്കും അവർ. ഇസ്രായേലല്ലേ ആള്. അല്ലായിരുന്നെങ്കിൽ പലരും ഇസ്രായേലരാണെന്നും പറഞ്ഞ് അവിടെ ചേക്കേറിയനെ. ഏതായാലും ലേവ്യ അഹരോന്യ പൗരോഹിത്യത്തിൽ എത്തിപ്പെടണമെങ്കിൽ വംശാവലി തെളിയിച്ചേ പറ്റൂ. കൂലങ്കഷമായി അവരുടെ ജീനിയോളജി, അവരുടെ വംശാവലി നോക്കും. എന്നാൽ ഈ മൽക്കീസേദെക്ക് പുരോഹിതനായത് വംശാവലി പ്രകാരമാണോ? അല്ല. അപ്പനാര, അമ്മയാര, കുലമേത, ഗോത്രമേത, കുടുംബമേത, ഇതൊന്നും നോക്കാതെയാണ്. അതൊന്നും ബാധകമേ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ മൽക്കീസേദെക്കിൻ്റെ അപ്പനെ അമ്മയെ വംശാവലിയെക്കുറിച്ചൊന്നും ബൈബിളിലും രേഖയില്ലാത്തത്. അതാണ് അവിടെ പറയുന്നത്. അതുപോലെ യേശുക്രിസ്തുവിനെ പുരോഹിതനാക്കിയപ്പോൾ, ക്രിസ്തു മഹാപുരോഹിതനായപ്പോഴും എന്ത് കണക്കിലെടുക്കപ്പെടുന്നില്ല? വംശാവലി. ഏത് ഗോത്രക്കാരനാണ്? ലേവ്യനാണോ? അഹരോന്റെ കുടുംബത്തിൽ പിറന്നയാളാണോ? ഇതൊന്നും അവിടെ ബാധകമല്ല. സ്തോത്രം. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരിക്കുന്ന ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് വരിക, ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലാം. സ്തോത്രം. നാം പാപം ചെയ്യരുത്. അഥവാ എന്തെങ്കിലും വന്നുപോയെങ്കിൽ, സ്തോത്രം, ഇനിയൊരു രക്ഷയില്ല, പാപം ചെയ്തു എന്നും പറഞ്ഞ് വീണ്ടും പാപത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാതെ നമുക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്യുവാൻ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി അടുക്കാം. സ്തോത്രം. നമുക്ക് വേണ്ടി ഇന്നും ആ പഞ്ചമുറിവുകൾ പച്ച പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ ഇവൻ തന്നെയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് തിരിച്ചറിയത്തക്കതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തിൽ ആ മുറിപ്പാടുകളുണ്ട്. അത് നമുക്ക് വേണ്ടി യേശു പ്രായശ്ചിത്തം ആയതിൻ്റെയും ഇപ്പോഴും ആയിരിക്കുന്നതിൻ്റെയും അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എത്ര നാറുന്ന വിഴുപ്പുകളായാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരാം. യേശുക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനവും ജീവരക്ഷയും പ്രാപിക്കാം. സ്തോത്രം. ആ കർത്താവിനെ നേരിൽ കണ്ട് കർത്താവിനോടൊത്ത് സന്തോഷിപ്പാനും ഈ വചനങ്ങൾ നിമിത്തം നമുക്കേവർക്കും കൃപ ലഭിക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.